അഹദായ നാദാ ജനലക്ഷങ്ങൾ കൈനീട്ടുന്നേ, അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ടേ. ആത്മീയരാവുകൾ അറിവിൻ നീലാവായി നിറയുന്നു, ആനന്ദമാണി മജ്‌ലിസിൻ പോരിശ ഉയരുന്നു. അഹദായ നാദാ ജനലക്ഷങ്ങൾ കൈനീട്ടുന്നേ, അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ടേ. കുതുബുൽ അലൗസിയ വലിയുള്ളാഹി യാ കമലേ, ആയിരമാളുകൾക്കാശ്വാസത്തിൽ ഫളായിലേ. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിൽ മരം നട്ടുപിടിപ്പിക്കുന്നതിന് വലിയ പ്രാധാന്യം നമ്മുടെ പരിശുദ്ധ മതം നൽകിയിട്ടുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിൻ്റെ കൂടെ യാത്ര പോകുമ്പോൾ വൃക്ഷത്തിൻ്റെ താഴെ മുത്തുനബിയും സ്വഹാബത്തും എന്നിട്ട് മുത്തുനബി സ്വഹാബത്തിനോട് ഇങ്ങനെ പറയും, ഈ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നമ്മൾ തണൽ കൊള്ളുമ്പോൾ ഇത് ഇവിടെ വരാൻ കാരണക്കാർ ആരാണോ ഓർക്ക് ഇതിൻ്റെ പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു ജാരിയായ സ്വതക്കയാണ് ഒരു മരം നട്ടുപിടിപ്പിക്കുക എന്നുള്ളത്. മാത്രമല്ല പക്ഷികൾ പറവകൾ വന്നിട്ട് അതിൽ നിന്ന് കായ് കഴിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പൂവിൽ നിന്ന് തേന് നുകരുന്നു. അതുമായിട്ട് മാത്രമല്ല, ഇനിയിപ്പോൾ അതൊന്നുമില്ലെങ്കിലും ശുദ്ധവായു കിട്ടാൻ ഒരു കാരണമാണ് നമ്മൾ നടുന്ന തൈകൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഒരു സംഭവം കാണാം. ബഹുമാനപ്പെട്ട ഉമറത്ത് ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു, അല്ലാഹു വല ബർക്കത്ത് കൊണ്ട് നമ്മുടെ ആക്കിബത്ത് നന്നാക്കട്ടെ. ഉമറത്ത് ഇബ്നു ഹുസൈമ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മഹാനവറുകൾക്ക് കുറേ തോട്ടം, ഒരുപാട് തോട്ടമുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട്, അന്ന് ഇസ്ലാം ഭരണാധികാരിയാണ് ഉമർ റളിയല്ലാഹു വന്നിട്ട് പറഞ്ഞു, നിങ്ങളെന്താ തോട്ടത്തിലൊന്നും തൈകളും കാര്യങ്ങളൊന്നും നടാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഉമാറത്തബിന് തങ്ങൾ പറഞ്ഞു, ഞാനിപ്പോൾ കുറേ വയസ്സൊക്കെ കുറേ പ്രായമൊക്കെ ആയി, ഇനിയിപ്പോൾ അത് നിങ്ങളിങ്ങോട്ട് വന്നാണെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ പോരാന്ന് പറഞ്ഞ് ഇസ്ലാമിൻ്റെ ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉമാറത്ത് ഇബ്നു ഹുസൈമ തങ്ങളെ ഉപ്പാൻ്റെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോയി തോട്ടത്തിൽ. എന്നിട്ട് ഉപ്പാൻ്റെ കൂടെ കൈ അങ്ങോട്ട് നടാൻ കൂടിക്കൊടുത്തു. ആര്? സയ്യിദുന അപ്പോൾ തൈകൾ നടുക, മരങ്ങൾക്ക് അതിന് ഇനി കൃഷിയാവട്ടെ അല്ലാത്തതാവട്ടെ വെള്ളമൊഴിച്ച് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പരിശുദ്ധമായ ഇസ്ലാം അതിന് അത്രത്തോളം വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിലും നമ്മുടെയൊക്കെ വീട്ടിലും നമ്മുടെയൊക്കെ പറമ്പുകളിലും നമ്മളാണത് സംരക്ഷിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ ഒരു കാര്യം കൂടിയാണ് മരങ്ങൾ എന്നുള്ളത്. അല്ലാഹു നമ്മുടെ ഈ ഭൂമിക്ക് അല്ലാഹു ഇനിയും നമുക്ക് വലിയ സംരക്ഷണം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് തൈകൾ നട്ടുപിടിപ്പിക്കുന്നു. പലരും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കാരണം നമുക്കും നമ്മുടെ ഭാവി തലമുറക്കും ഒരുപാട് ഉപകാരങ്ങൾ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടത് അവിടെയാണ്, അതിപ്പോഴും ഉണ്ട്. അങ്ങനെ തന്നെ വേണ്ടത്. നമ്മൾ നട്ടത് പോയാൽ പോരാ, അതിങ്ങനെ അതിനെ പരിപാലിക്കാണ് വേണ്ടത്, പരിപാലിക്കണം. ഇൻഷാ അല്ലാഹ്. ഇതിപ്പോൾ എന്താണ് ഇതിൻ്റെ പേര്? സുരലോക ജന്നാത്തിൽ ചേരാനായി ദുആ ചെയ്തല്ലോ അല്ലാ, നീ സ്വീകരിച്ചറിവിൻ നീലാവിന് കാക്കണേ. ഇനിയും തുടരാനായി ആഫിയത്തും നീ നൽകണേ. ആത്മീയരാവുകൾ അറിവിൻ നീലാവായി നിറയുന്നു, ആനന്ദമാണി
കൈകൾ നീട്ടുന്നേ അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ടേ. കാരുണ്യം ചെയ്യുവാൻ മുന്നിൽ നിൽക്കുന്ന മജ്‌ലിസ് കരുതൽ നൽകിയിടുന്നു പാവങ്ങൾക്കേറെ റഹ്മത്ത്. കാരുണ്യം ചെയ്യുവാൻ മുന്നിൽ നിൽക്കുന്ന മജ്‌ലിസ് കരുതൽ നൽകിയിടുന്നു പാവങ്ങൾക്കേറെ റഹ്മത്ത്. എല്ലാത്തിനും മുന്നിൽ സഫ്വാൻ സഖാഫി ഉസ്താദ് ഏറെ കാലം റബ്ബെ നൽകിയിടേണം നിൻ കാവല്. ആത്മീയരാവുകൾ അറിവിൻ നീലാവായി നിറയുന്നു ആനന്ദമാണി മജ്‌ലിസിൻ പോരിശ ഉയരുന്നു. അഹദായ നാദാ ജനലക്ഷം കൈകൾ നീട്ടുന്നേ അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ടേ. ആയിരത്തഞ്ഞൂറിന് രാവുകൾ പിന്നിടുന്നല്ലോ ആയിരങ്ങളിൽ ഈമാനിൻ മാധുര്യം ഏറ്റല്ലോ. ആയിരത്തഞ്ഞൂറിന് രാവുകൾ പിന്നിടുന്നല്ലോ ആയിരങ്ങളിൽ ഈമാനിൻ മാധുര്യം ഏറ്റല്ലോ. ഇനിയും ഓരോ പാട് മാളുകൾ നിലനിന്നിടാൻ ഇറയോനെ നിന്റെ തൗഫീഖ് ഞങ്ങളിൽ ഏകല്ലാ. ആത്മീയരാവുകൾ അറിവിൻ നീലാവായി നിറയുന്നു ആനന്ദമാണി മജ്‌ലിസിൻ പോരിശ ഉയരുന്നു. അഹദായ നാദാ ജനലക്ഷം കൈകൾ നീട്ടുന്നേ അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും പറയാനുണ്ടേ. രോഗങ്ങളെല്ലാം ശിഫയാക്കി ഞങ്ങളെ കാക്കണേ ആഫത്ത് നീക്കി കുടുംബം റാഹത്തിലാക്കണേ. രോഗങ്ങളെല്ലാം ശിഫയാക്കി ഞങ്ങളെ കാക്കണേ ആഫത്ത് നീക്കി കുടുംബം റാഹത്തിലാക്കണേ. മംഗള സന്തോഷം ഞങ്ങളിൽ റാഹത്തേകുവാ സ്വാലിഹായ സന്താന സൗഭാഗ്യം നൽകിയിടല്ലാ. ഓർക്കുന്നു ഈ നാളിൽ നമ്മിൽ മൺമറഞ്ഞവരെ നാദാനി ചേർക്കേണ സ്വർഗീയ പൂങ്കാവനമിൽ മുത്ത് റസൂലിൻ്റെ കൂടെ ഞങ്ങളെ ചേർക്കണേ. മുത്തിൻ മദീനയിൽ എത്താനായി വിധിയും നൽകണേ. ആത്മീയരാവുകൾ അറിവിൻ നീലാവായി നിറയുന്നു ആനന്ദമാണി മജ്‌ലിസിൻ പോരിശ ഉയരുന്നു.
അഹദായ നാദ ജനലക്ഷങ്ങൾ നീട്ടുന്നേ, അതിലേറെ സൗഭാഗ്യം ഞങ്ങൾക്കും